ആഘോഷങ്ങളും ആരവങ്ങളും മുഴക്കി വീണ്ടും ഒരു പൊന്നോണം കൂടി വന്നെത്തി. ഈ ആഘോഷരാവ് ഉത്സവത്തിന്റെ വേദിയാക്കാൻ ഞങ്ങളും എത്തിയിട്ടുണ്ട്. അതെ, ചിരിയുടെ മാലപ്പടക്കം പൊട്ടിക്കാനായി ഹാസ്യത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച മലയാളികളുടെ പ്രിയപ്പെട്ട 3 താരങ്ങളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വേദികളിൽ നിറസാന്നിധ്യമാകുന്ന നിങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ആ താരങ്ങൾ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. സുജിത് കോന്നി, രാജേഷ് കൊട്ടാരത്തിൽ, ഹരി ഉദിമോട്. നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു ദി ഷോ. നമസ്കാരം. നമസ്കാരം. പുതിയ വിശേഷമായി, പുതിയ ഓണമായി. അപ്പം എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ, ഹരിക്കുട്ടൻ ഈ വർഷം ഒരു സിനിമ ചെയ്തു, ഇന്നസെന്റ് എന്ന് പറഞ്ഞ മൂവി ചെയ്തു. സുജിത്ത് ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങള് 3 പേരും കൂടെ കഥയും തിരക്കഥ എഴുതുന്ന ഒരു സിനിമ ഉടനെ വരുന്നുണ്ട്. മിക്കവാറും അടുത്ത ഓണമൊക്കെ ആകുമ്പോഴത്തേന്. ഞങ്ങളെ കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ? എന്തോത്തിന്? ഇല്ല അല്ലേ? വളരെ പാവം പിടിച്ച ആൾക്കാരെ പോലെ ഇരിക്കുന്നല്ലേ സ്റ്റേജിൽ ഇവരെ തകർക്കുന്ന ആൾക്കാര് ഇവിടെ വളരെ പാവമായിട്ട് ഇരിക്കുന്നു. എന്നെ മുമ്പ് പരിചയമുണ്ടല്ലോ അല്ലേ? ഇത് തുടങ്ങിയതല്ലേ ഉള്ളൂ. അതാണ് ഇനി പൊട്ടിക്കാന്ന് അല്ലേ ആ മാലപ്പടക്കം. എനിക്ക് തോന്നുന്നു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിത അനുഭവങ്ങളാണ് നമ്മളെ ഓരോന്ന് പഠിപ്പിക്കുന്നത് അല്ലേ? അപ്പൊ ആ ഒരു അനുഭവങ്ങൾ വെച്ചിട്ട് തന്നെയാണോ നിങ്ങൾ ആരെ ഹർട്ട് ചെയ്യണ്ട എന്ന് തോന്നി ചെയ്യുന്നത്? 3 പേരും വന്ന അനുഭവങ്ങൾ അതുപോലെ തന്നെയാണ്. പലവരും നമ്മൾ അവരുടെ സാധാരണക്കാരും അല്ലേ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ചിരിക്കത്തക്ക രീതിയിൽ അവരുടെ മനസ്സിലോട്ട് കയറത്തക്ക രീതിയിലുള്ള സംഭവങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ അവർക്ക് വേദനിക്കുകയും ചെയ്യരുത്. അതെ, അതൊരിക്കലും ഹർട്ട് ചെയ്യുന്ന രീതിയിലും ആവരുത്. ഒരു ബോഡി ഷേമിങ് അങ്ങനെ ഒന്നും ആവരുത്. ഭവാനി അമ്മേനോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. എനിക്ക് ഭാനുമതിയും ഭവാനി അങ്ങനത്തെ സാധനങ്ങൾ കാരണം ഒത്തിരി സ്കിറ്റായി. പേര് ഭവാനി അമ്മ, ഒരു ഓർമ്മയിൽ എപ്പോഴും പറഞ്ഞു. അല്ല, ഭാനുമതി അമ്മ എപ്പോഴും ഇങ്ങനെയാണോ? കാരണം സ്കിറ്റ് കാണുമ്പോ ഈ കത്തി തുള്ളി ഒരു സെക്കൻഡ് പോലും ഇങ്ങനെ അടങ്ങിയിരിക്കാണ്ട് ഇങ്ങനെ മൊത്തം ഇങ്ങനെ ജില്ലായി നിൽക്കുന്ന ഒരാള് 1 ലക്ഷം ബേക്കിലടിച്ചാലും 70,000 അടിച്ചാലും ഒരു വികാരമില്ല. അപ്പൊ എങ്ങനെയാ കറക്റ്റ് ഇങ്ങനെ ടെക് ടെക് കഥാപാത്രത്തിലേക്ക് അങ്ങനെ കയറണോ? അല്ല, അത് നമ്മളെന്തായാലും ഓരോ കഥാപാത്രം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് കയറുമ്പോൾ അതൊന്ന് ശ്രമിക്കാൻ നോക്കും. എത്രത്തോളം അത് റെഡിയാകുമെന്ന് അറിയത്തില്ല. ഇപ്പൊ അമ്മൂമ്മയായിട്ടായാലും ഒരു മകനായിട്ടായാലും അച്ഛനായിട്ടായാലും ഒക്കെ ചെയ്യുമ്പോഴേ കഴിവതും ശ്രമിക്കാറുണ്ട്. ഞങ്ങള് ഒരു സ്ക്രിപ്റ്റിനകത്ത് കൂടുതലും കൈന്നിട്ടാ കളിക്കുന്നത്. അപ്പം സ്ക്രിപ്റ്റിനകത്ത് ഇല്ലാത്ത ഡയലോഗൊക്കെ വരാറുണ്ട്. അന്നേരം അതൊക്കെ ഈ വീട്ടിൽ നിന്ന് കിട്ടുന്നതല്ലേ? വീട്ടിൽ നിന്ന് വീട്ടിൽ ശരിക്കും കിട്ടുന്നുണ്ട്. വീട്ടിൽ നിന്ന് ശരിക്കും കിട്ടുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി. സ്കിറ്റിന്റെ അല്ലേ? നമ്മുടെ അനുഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ അനുഭവങ്ങളാണെന്ന്. ഈ വീട്ടിലെ ചേച്ചിമാര് എങ്ങനെയാണ്? അല്ല, ഹരിക്കൊണ്ട ചേച്ചിയൊക്കെ കുറച്ച് കൗണ്ടറൊക്കെ അല്ലേ സപ്പോർട്ട് ചെയ്യാറുണ്ട്. കൗണ്ടറൊക്കെ പിന്നെ എനിക്കൊന്ന് ഹരിക്കൊണ്ടേക്കാളും കൂടുതൽ ചേച്ചിയാന്ന് തോന്നുന്നു കൗണ്ടർ. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമെന്നുള്ളത് ചേച്ചി പറഞ്ഞേ, ഒരുപാട് ചോദ്യങ്ങൾ എന്തൊക്കെയോ ചോദിക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ? അല്പം എന്ത് വീട്ടിൽ എന്ത് കഴിച്ചെന്ന് ചോദിക്കുമ്പോ നല്ല റീലായിട്ട് നടക്കുന്നു, ഓടുന്നുണ്ട്. അല്പം കഞ്ഞി കുടിച്ചു അത് പറയുന്നത്. അല്പം ഇപ്പം കഴിച്ചു, അല്പം പറഞ്ഞു വരട്ടെ, അല്പം കഞ്ഞി കുടിച്ചെന്ന് അങ്ങനെ സാധനം അത് ചേച്ചി പറഞ്ഞ വൈഫിന്റെ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരത്തെ. വഴക്കൂടാറുണ്ടോ? കൗണ്ടർ പറയുന്നത് അല്ലല്ലേ? അങ്ങനല്ല, വീട്ടില് വഴക്കൂടാറുണ്ടോന്ന്? അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ എന്താ, ഒരു 5 മിനിറ്റ് 5 മിനിറ്റ് അതിൽ കൂടുതലില്ല. അതിൽ കൂടുതലില്ല ഇല്ല. ഓക്കെ. എന്നാലും എവിടെ പോയി, എങ്ങനെ പോയി, എന്തൊക്കെ പോയി എന്നൊക്കെ ചോദിക്കാറുണ്ടെന്ന് നേരത്തെ പറഞ്ഞു. അത് തിരക്കണമല്ലോ. ഇല്ലേ? എന്റെ പെണ്ണുമ്പിള്ള എന്നോട് വിളിച്ചു ചോദിക്കുമല്ലോ. നിങ്ങള് കൂട്ടുകാരല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ട് ചേട്ടന്റെ കാര്യമാണ്. താമസിച്ചെന്ന് കണ്ടില്ലെങ്കിലും നമ്മളങ്ങനെ വിളിച്ചു ചോദിക്കും. അങ്ങനെയൊന്നും അല്ല, നിങ്ങളിപ്പോ കൊറേ ബിസി ആവുന്നോണ്ട് വീട്ടിൽ കിട്ടുന്നില്ല അങ്ങനത്തെ പരാതിയൊക്കെ തുടങ്ങിയോ? വീട്ടിൽ നിന്ന് കിട്ടുന്നില്ലെന്നോ? അല്ല, വീട്ടിൽ കിട്ടുന്നില്ല. വീട്ടില് അതുണ്ട് കേട്ടോ. വീട്ടില് കാരണം നമുക്ക് ഇത് തന്നെയല്ലേ, വീട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ചില സമയം അന്നേരം നമ്മൾ ചിലപ്പോൾ ഷൂട്ടിനൊക്കെ ചിലപ്പോൾ 1 ദിവസത്തെ ഗ്യാപ്പൊക്കെ ഇട്ട് പോകാറുണ്ട്. വീട്ടിലെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് പോകും. അല്ല, സുജിത്തിനെ കെട്ടിക്കാൻ പ്ലാനൊന്നും ഇല്ലേ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് 2 പ്ലാനുണ്ട്. അവന് സുജിത്തിന് പ്ലാൻ ഉണ്ടോന്ന് അറിയണ്ടേ? പ്ലാൻ ഇല്ലേ? പ്ലാൻ ഉണ്ട്. ഈ ഓണത്തിനെങ്കിലും സമയമില്ല. ഈ ഓണത്തിന് സമയമില്ലേ? പിന്നെ എല്ലാരും അറിയിക്കണ്ടേ? അറിയണം. പിന്നെ അതിപ്പോ ഞങ്ങൾ ഇപ്പൊ കൗമുദി TV വഴി അറിയിക്കൂലേ? റെഡിയാവും. പെണ്ണ് കിട്ടിയില്ലെന്നാണോ പറയുന്നത്? അതോ
പെണ്ണുണ്ട് പക്ഷെ കെട്ടാൻ സമയമില്ലെന്നാണോ എങ്ങനെയാണ്? അല്ല, പെണ്ണൊക്കെ ആയി വരുന്നേ ഉള്ളൂ. എവിടെയൊക്കെ ഇരിക്കുന്നു. നീ അതിനെയൊക്കെ തേടി പിടിച്ച് കണ്ടെത്താം. കണ്ടുപിടിച്ചില്ലേ ഇതുവരെ? എവിടെയോ ഇരിക്കുന്നു. അങ്ങനെ തന്നെ ചേട്ടാ ഒന്ന് സഹായിച്ചോട് കേട്ടോ. ഞാനും ഹരിക്കുട്ടൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ഞങ്ങൾ ആൾക്കാരായി എപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ അവൻ ഇഷ്ടപ്പെടത്തില്ല, അവൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അവൻ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് എന്തിനാ ഇഷ്ടപ്പെടുന്നത്? പിന്നെ ഞങ്ങളുടെ കൂടെ കൊണ്ടു നടക്കുമ്പോ ഇവൻ ഇഷ്ടപ്പെടുന്ന പെണ്ണെ ഞാൻ ഇതിനെ ഇഷ്ടപ്പെടുന്നത്. എന്തിനാ ഇഷ്ടപ്പെടുന്നത്? അതിന്റെ ഒരെണ്ണത്തിനല്ലേ നീ വീട്ടിൽ വിളിച്ചോണ്ട് നിർത്തി വെക്കുന്നു. എന്റെ പിള്ളേരും ഉണ്ട്. ആ അവൻ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട ആളായിരുന്നോ? ഞാൻ ഇഷ്ടപ്പെട്ട അവൻ ഇഷ്ടപ്പെട്ടെ. ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ അവന് ഇഷ്ടപ്പെടണ്ട. ഓക്കെ അതന്നെ. കൈയായിരിക്കുള്ളൂ രണ്ടെണ്ണത്തിന്റെ. ബാക്കി എല്ലാ കാര്യത്തിനും നമ്മൾ ഇഷ്ടം നോക്കുന്നത്. കല്യാണക്കാരി വന്നപ്പോ ഇത്രയും കാരണവരായിട്ടുള്ള ഹരിച്ചേട്ട ഇരിക്കുമ്പോ ഹരിച്ചേട്ട ഇവരുടെ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. കണ്ടോ ഇവര് തമ്മിൽ ഇപ്പൊ അടിയായത് കണ്ടോ? അച്ഛനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിലായാലും 65 വയസ്സായില്ലേ? അതെ 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 അത് മനസ്സിലാക്കണ്ടേ. അല്ല കഴിഞ്ഞ കൊല്ലം 65 കണ്ടു, ഇപ്പൊ 67 ആയി കാണും. നമ്മള് 66. 80 വയസ്സുള്ളവര് പറയുന്നത് നമ്മള് കേൾക്കണ്ടേ? 30 വയസ്സുള്ള ഞാൻ എന്താ പറയുന്നത്? അല്ല ഈ ഓണം കഴിഞ്ഞ ഉടനെ കല്യാണം കാര്യമായിട്ട് പെണ്ണ് നോക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക് പറയാം, നമ്മുടെ പ്രിയപ്പെട്ട താരം സുജിത്തിന് നമ്മൾ പെണ്ണ് അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ആർക്കാ ഇപ്പം കൗമുദിക്ക് ലെറ്റർ അയച്ചോ അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യും. നമുക്ക് നല്ലൊരു എല്ലാരും കാണും. ഇതിന്റെ കമന്റ് ഇടുക. കമന്റ് ഇടുക താഴെ. നാളും നക്ഷത്രവും അല്ലേ, നക്ഷത്രവും എല്ലാം അയക്കുക. ജാതകമൊക്കെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ജാതകമൊക്കെ നോക്കിയിട്ട് അത്രേ ഉള്ളൂ. ഉടനെ തന്നെ ഈ വരുന്ന വർഷം ഓണത്തിന് നമുക്ക് എല്ലാവർക്കും കൂടെ കൂടാം. അടുത്ത പരിപാടി. അതെ അതെ ആ മാരേജ് നമ്മൾക്കിടയിൽ നിന്നിട്ട് ഇവിടെ നിന്ന് താലി കെട്ടുന്ന ആ ഒരു സീനോ ഈശ്വര. കൗമുദി ടിവിയുടെ വക. അടുത്ത ഇന്റർവ്യൂല് സുജിത്തിന്റെ വൈഫും വൈഫും നമുക്ക് ഫാമിലി ആയിട്ട് ഈ ഓണത്തിന് അല്ല ആ ഒരു ഓണത്തിന് ചില ഓണക്കളികളും ചാട്ടവും കുമ്പിതുള്ളലും തിരുവാതിരയും എല്ലാം ഫാമിലി ആയിട്ട്. ആകെ എനിക്ക് തോന്നുന്നു രേഷേട്ടന്റെ അച്ഛനും അമ്മയും ഒരു തവണ മാത്രം ആദ്യമായിട്ട് വന്നു. ഒരു മൈക്ക് പിടിക്കുന്നത് തന്നെ ആ ജീവിതത്തിൽ ആദ്യമായിട്ട് പിടിച്ചിട്ട് പോകുന്നില്ല. അപ്പൊ നോക്കട്ടെ, നമുക്ക് നെക്സ്റ്റ് ഓണം നമുക്ക് ഫാമിലി ആയിട്ട് പൊളിക്കാം. എന്തായിരുന്നു അവരുടെ ആദ്യം അങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഉള്ള ഒരു അനുഭവം എന്താ? വീട്ടില് പറഞ്ഞോ എങ്ങനെയായിരുന്നു? അല്ല എന്നോട് എന്നേ പറയുന്നതാ കാണാൻ വരണമെന്ന്. ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ വൈഫിനൊക്കെ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്, അച്ഛനമ്മയും കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ സമയമാകുമ്പോൾ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സമയമായപ്പോൾ ഞാൻ ഇതുപോലെ അച്ഛനമ്മയും ഭയങ്കര ഒരു അഭിമാനമായിരുന്നിട്ടുണ്ടാവും. പിന്നെ ഏറ്റവും വലിയ ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിമാനം ഇമോഷണലായി, അമ്മ ഇമോഷണലായി, എല്ലാരും ഇങ്ങനെ ഭയങ്കര. അതെ അതെ. ഇതുപോലെ ഇനി കൊണ്ടുവരുന്നില്ലേ? തീർച്ചയായിട്ടും. എന്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് കൊണ്ടുവരണ്ടേ എന്ന് പറയാം. ചേച്ചിയും ചേട്ടനും ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഫാമിലി ഇല്ലാത്തതുകൊണ്ട്, ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം ഇല്ലാത്തതുകൊണ്ട് വന്നില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഈ നമ്മുടെ കൗമുദി ചാനലിനെ കുറിച്ച് ഒരു കാര്യം പറയട്ടെ. എനിക്കിത് 1-2 പരിപാടി ഇല്ലേ ഭയങ്കര ഇഷ്ടമാണ്. ഏതാ? ഒന്ന് ഓ മൈ ഗോഡ്. കഴിഞ്ഞ ദിവസം രാത്രി 2-3 മണി വരെ അവിടെ ഇരിക്കുന്ന സ്കിറ്റൊക്കെ. പിന്നെ മറ്റേ അലയൻസ് അതും കാണും. പിന്നെ അങ്ങനെയുള്ള അലയൻസിനകത്ത് മറ്റേ മഞ്ജു ചേച്ചി ഇല്ലേ, ഭയങ്കര ഫാനാ കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കൗമുദി ചാനലിൽ ഈ 2 പരിപാടി ഒഴിവാക്കത്തില്ല, എല്ലാ പരിപാടിയും കാണും. എന്തെങ്കിലുമൊക്കെ സ്കിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇല്ല നമുക്ക് അവരുടെ ആക്ഷൻ കാരണം ഒരാൾ അറിയാതിരുന്ന് അനുഭവിക്കുന്നതല്ലേ, അതൊന്ന് കാണാനുള്ള ഒരു ആഗ്രഹം. ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പറ്റിക്കപ്പെട്ടുവല്ലോ എന്നൊക്കെ തോന്നുമ്പോ വിഷമം തോന്നാറുണ്ടോ? അവരെ കുറിച്ച് സംഗതി ഉണ്ടാവും. ചിലത് കുറച്ച് ഇമോഷണലി കാണും, ചില സാധനം ബാക്കിയെല്ലാം അത്യാവശ്യം ഫണ്ണായിട്ട് പോകും. ചിലത് പക്ഷേ ഇമോഷണലി പിടിക്കും. അതുവരെ ചിരിച്ചിട്ട് ഞാൻ തറയെ വീണ് കിടന്ന് ചിരിക്കും. അങ്ങനെയൊക്കെ ചിരിക്കോ? കാരണം അതുപോലത്തെ എന്തോ ഞാൻ ചാടി എഴുന്നേറ്റ് നീ വീണയാണെന്ന് പറഞ്ഞോണ്ടു എഴുന്നേറ്റ് നോക്കുമ്പോഴേ വയലിനാണെന്ന് മനസ്സിലാവുന്നത്. വേറെ എന്തെങ്കിലും ആയിട്ടാണോ വീഴുന്നത്? അല്ല വേറെ കാര്യമുണ്ട്. ആ ഒരു ഷോ കൊണ്ടേ ഈ ഭാര്യയുടെയും ഭർത്താവിന്റെ ആത്മാർത്ഥ സ്നേഹമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു. അതേപോലെ ചിലത് ഭയങ്കര ഇമോഷണലി നമുക്ക് ടച്ച് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. അമ്മയുടെ വരുമ്പോ ഹസ്ബൻഡ് വൈഫിന്റെ വരുമ്പോ ശരിക്കും അവർ അത്രയും ദേഷ്യം പിടിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് അത്രയും സ്നേഹം ഉള്ളതുകൊണ്ടാണല്ലോ. അതിലൂടെ സാബുചേട്ടനൊക്കെ അല്ലേ നിന്ന് ഏരി പോയിട്ട് കൊടുത്ത്. നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഓ മൈ ഗോഡില് നിങ്ങളുടെ വീട്ടില് വൈഫിനൊക്കെ പറ്റിച്ചാലോ? അവരൊക്കെ കാണുന്ന പരിപാടിയാണ്. സംഭവം അറിയുമ്പോ പറ്റത്തില്ല, ഒറ്റ നോട് കാണുമ്പോഴേ അറിയാം. പിന്നെ അത് കാണുന്ന വീട്ടിൽ കാണുന്ന അപ്പൊ പറ്റത്തില്ല. പിന്നെ എന്റെ ഒക്കെ വൈഫിനെ പറ്റിച്ച പിന്നെ അത് വഴി അങ്ങ് പോകും. ആണോ? അത്ര സില്ലി ആയിട്ടുള്ള പിന്നെ കൊട്ടാരത്തിനെ പറ്റിക്കും. പറ്റിക്കും.
അങ്ങനെ പറ്റുമെന്ന് പിന്നെ വരത്തില്ലെന്ന്. വരത്തില്ല. അതാണ് ഞാൻ ചോദിച്ചത്, അത്രയും സില്ലി ആയിട്ടുള്ള ആളാണോ എന്ന്. അതെല്ലേ? അയ്യോ. അപ്പൊ ഈ സ്കിറ്റിലൊക്കെ എന്തെങ്കിലും തമാശ അങ്ങനെയുള്ള തമാശ. അതാണ് വൈഫിനെ കുറിച്ച് ഞാൻ നേരത്തെ ചോദിച്ചപ്പോഴും ഒന്നും പറയാത്തേന്ന് തോന്നുന്നു അല്ലേ? ഇനിയിപ്പം വീട്ടിൽ ചെന്ന് ചിലപ്പോ പ്രശ്നം ആയാലോ എന്ന് പേടിച്ചിട്ടാണോ ചേട്ടാ? അങ്ങനൊന്നുമില്ല. 10 പേരുടെ മുന്നിൽ പുള്ളിക്കാരിയെ ഇൻസൾട്ട് ചെയ്താൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു മാനദണ്ഡമൊക്കെ വെച്ചിട്ടായിരിക്കും. നാട്ടുമ്പുറത്താരി പാവം ചേച്ചിയാണ് പൊട്ടിപ്പെണ്ണ് ഞാൻ പറ്റിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ മുമ്പോട്ട് പോകുന്നു. നിങ്ങൾ പരസ്പരം വിളിപ്പേര് ചില പേരെന്തെങ്കിലും ഉണ്ടോ? ഇപ്പം ഹരിക്കുട്ടൻ എന്ന് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും? പറയാൻ പറ്റത്തില്ല. അളിയാതെ വിളിക്കും. ഇവിടെ പറയാൻ പറ്റാത്ത എന്തോ പേര്. അതേതാ ഇവിടെ പറയാൻ പറ്റാത്ത പേര്? ഞാൻ ഹരിച്ചേട്ടനെ ഹരിക്കുട്ടാന്ന് വിളിക്കും. ഞാനും ഹരിക്കുട്ടാന്ന് വിളിക്കുന്നു. ഇവനെ വിളിക്കുന്ന ഞാന് വിളിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് റിഹേഴ്സലിനൊക്കെ വന്നില്ലെങ്കിൽ പിന്നെ കൊട്ടാരം എന്നൊക്കെ വിളിക്കും. എന്നെ കൊട്ടാരം എന്നൊക്കെ വിളിക്കും. പിന്നെ ഇവന് വേറൊരു പേരുണ്ട്, ദിനു ഇല്ലേ? വീട്ടിലൊക്കെ വിളിക്കും ദിനു. കൊട്ടാരം എന്ന് പറഞ്ഞൊരു സ്ഥലപ്പേരുണ്ട് കോഴിക്കോട് വടകര ഭാഗത്തുണ്ടോ? ഞാൻ അങ്ങനെ ഇട്ടല്ല. ആ കൊട്ടാരല്ലേ? ഞാനിങ്ങനെ വീടില്ല നമുക്ക്, ഞാൻ വാടക വീട്ടില്ല. ഞാൻ സ്ഥലം വാങ്ങിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു വീട് പണി തുടങ്ങാന്ന് പറയും. ഞായറാഴ്ച കുറ്റിയടിക്കാൻ വേണ്ടി ഇരുന്നതാണ്. അന്നേരം വാസ്തുപ്രകാരം അങ്ങണ്ട് അത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ചിങ്ങ 1 മാറ്റി. അപ്പൊ അടുത്ത ഓണം വീട്ടിൽ പണിയാനുള്ള പ്ലാനിലാണ്. അങ്ങനല്ല, നമ്മളിപ്പം കിടക്കുന്ന കടത്തണ്ണയാലും നമുക്കത് കൊട്ടാരം തന്നെയല്ലേ, സമാധാനത്തോടെ ജീവിച്ചു കഴിഞ്ഞാൽ. അപ്പൊ രണ്ടുപേരുടെ ചില പേര് കിട്ടി. ചില പേരെന്താ? സുജിത്ത്. അഡ്വക്കേറ്റ് കോന്നീർ സുജിത്ത് അഡ്വക്കേറ്റ് ആയിട്ടൊക്കെ പോകുന്നത് ഇഷ്ടമായിരുന്നു. പഠിക്കാൻ LLB പോകുന്നത് പഠിക്കാനും നമ്മളെ LLB അഡ്വക്കേറ്റ് എന്നൊരു പേര് എല്ലാം ബാധിക്കും. ആ ഒരു പ്രസ്ഥാനം അതെ, ബാധിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ആരെങ്കിലും ഫോൺ നമ്പർ സീരിയസ് ആയിട്ട് ചോദിച്ചാൽ സുജിത്തെ ഫോൺ നമ്പർ എന്താണ്? ഫോൺ നമ്പർ എല്ലാം അടിച്ചു കഴിയുമ്പോൾ സുജിത്ത് പറയുന്നത് അഡ്വക്കേറ്റ് സുജിത്ത് എന്നാണേ. അവർ പെട്ടെന്ന് ഇങ്ങനെ നോക്കിട്ട് അഡ്വക്കേറ്റ് സീരിയസ് ആയിട്ട് കാര്യം പറയും. അഡ്വക്കേറ്റ് അങ്ങനെ ഇട്ടോളാൻ പറയും. ഞാൻ എനിക്ക് തന്നെ ഇട്ട പേര് സ്വന്തം അങ്ങനെയാണോ? സിനിമയ്ക്കകത്ത് പറയുന്നത്. സമിതിയിലെ ഡാൻസ് കളിക്കുന്ന പിള്ളേരെല്ലാം നമ്മൾ ചെല്ലുന്നുള്ള ചോദിക്കുന്നത് അഡ്വക്കേറ്റ് വന്നില്ലേ എന്നാ ചോദിക്കുന്നത്. ഈ ഈഗോ സ്റ്റാർ എന്തിനാ വിളിക്കുന്നത്? പുള്ളി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും, തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ പുള്ളിക്ക് ഒരു ഈഗോ വർക്ക് അപ്പോഴേ പണങ്ങി പോയാൽ കിടക്കും. പിന്നെ ഒരു 10 ട്രിപ്പ് വിളിക്കണം, വാടാ ചെയ്യാടാ വാടാ, തളർന്നു പോകും അല്ലേ മനസ്സങ്ങ്. വരത്തില്ല. അത് മറ്റുള്ളവർ മുന്നിലൊക്കെ വെച്ചാൽ ഇയാളുടെ അടുത്ത് പറയുന്നെങ്കിൽ ഭയങ്കര ഈഗോ വർക്കൗട്ട് ആവും. അതുകൊണ്ട് ഞങ്ങൾ ഇട്ടേക്കുന്ന പേര് ഈഗോ സ്റ്റാർ. പിന്നെ എങ്ങനെ മേക്കപ്പ് ചെയ്തൊക്കെ കൊണ്ടുവരും? ശരിയായി ഇങ്ങനെ ഒരു മന്തി ഒരു ബിരിയാണി അങ്ങനെയൊക്കെ വേണോ? 5 മിനിറ്റ് കൊണ്ട് തിരിച്ചു അങ്ങനൊന്നുമില്ല. കുറച്ചു നേരം കഴിയുമ്പോൾ അത് ശരിയാവും. സ്വീകരിക്കാൻ പറ്റത്തില്ലല്ലോ. അതാണ് പെട്ടുപോയില്ലേ നമ്മുടെ ജോലിയല്ലയോ. അതെ. അല്ല, നമ്മളിങ്ങനെ വെറുതെ സംസാരിച്ചോണ്ടിരുന്നാലേ ഒരു രസമില്ല. പ്രേക്ഷകരായിരുന്നാലും പറയും എണീറ്റ് പോയി, ഇത് എന്ത് കുറെ നേരം ആയല്ലോ എന്ന് പറയും. നിങ്ങൾ മൂന്നാളും ചെറിയൊരു ഗെയിം, കാരണം നിങ്ങൾ മൂന്നാളും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ അപ്പ് ആൻഡ് ഡൗൺസ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നമ്മളിങ്ങനെ മാറി റാപ്പിഡ് ഫയർ പോലെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഇപ്പം ചോദിക്കുമ്പം ചൂണ്ടിക്കാണിച്ചാൽ മതി ആരാണ്. അങ്ങനെ പെട്ടെന്ന് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാലോ, കാര്യങ്ങൾ അറിയാലോ, എന്തൊക്കെയാണ് കൂടുതലുകൾ എല്ലാം. അപ്പൊ സത്യസന്ധമായി ഉത്തരം പറയണം. ഓക്കെ, ഞാനാണ് ഇവിടുത്തെ ജഡ്ജി. കൊള്ളാലോ അല്ലേ? ലുക്കുണ്ടല്ലോ. ഓക്കെ, പെട്ടെന്ന് പറയണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ ഏറ്റവും പാവാര? നമ്മളെ 3 പേരെ കാണിക്കണം. അല്ല, നമ്മളിലാണ് 3 പേര് കൊള്ളത്തെ ഭയങ്കരന്മാരായോണ്ടോ നിങ്ങൾ 3 ആളെ മാത്രം. ഓക്കെ, നമ്മൾ പറയരുത്. കൂട്ടത്തിൽ ഏറ്റവും പാവാര? സ്വന്തമായിട്ട് ഞാൻ ചൂണ്ടണോ? ഓപ്പോസിറ്റ് ആരെങ്കിലും ചൂണ്ടിയല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് ഒരാളല്ല, 3 ആളും ഒരുമിച്ച് ചൂണ്ടിയല്ല. ചൂണ്ടി എന്തോ ഒരു വരം പേടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ എല്ലാം നിങ്ങൾ ഇങ്ങനെ കാണിക്കും. സ്വയം ചൂണ്ടി മരിക്കുന്ന അങ്ങനെ എന്തോ ഒരു സാധനം ഇല്ലേ, ഒരു വരം അല്ലേ ശിവന്റെ? അത് തന്നെയാണ്. ആരോ ശിവന്റെ പണ്ടല്ലേ വരം. ചൂണ്ടരുത്. ഓക്കെ, സ്വന്തം ചൂണ്ടി കഴിഞ്ഞാൽ ഗെയിം ഒരു രസം. അപ്പൊ ഓപ്പോസിറ്റ്. വീണ്ടും ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല, അത് പാളി. അപ്പൊ സെക്കൻഡ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആർക്കാരാ?
എനിക്ക് ചൂണ്ട് ചൂണ്ടിക്കോ ദേഷ്യം വരുന്ന എനിക്കാനും പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം ദേഷ്യം വരും. ഓക്കെ. കൂട്ടത്തില് ഫുഡി ആരാ? ഇതിന്റെ അകത്ത് വല്ലതും കണ്ടെന്നറിയാമല്ലോ. ഓക്കെ. സുജിത്തും ചൂണ്ട്. സുജിത്തിന് ഇപ്പൊ ആരെയാ തോന്നുന്നു വെച്ചാൽ അവരെ ചൂണ്ട്. ഓക്കെ, ഇതാണ് ഗെയിമിന്റെ പാറ്റേൺ. മനസ്സിലായല്ലോ? കഴിക്കാൻ ഇറങ്ങി വരത്തില്ല, അവനോണ്ട് അറിയത്തില്ല. അപ്പൊ തുടങ്ങിയില്ലേ? തുടങ്ങി, പക്ഷെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിപ്പോ തുടങ്ങാൻ പോണേ ഉള്ളൂ. ഇതാണ് പാറ്റേൺ. ഇപ്പൊ മനസ്സിലായി. അപ്പൊ ദേഷ്യം വരുന്ന ആളെ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു. ഇനി ഏറ്റവും കൂടുതൽ തമാശ പറയുന്ന ആരാ? 3 പേരും പറയുന്നു. ചുമ്മാ ഇതായിരിക്കുന്നു കൗണ്ടറിന്റെ ആള്, കൗണ്ടറിന്റെ ആള്. പിന്നെ അത് കഴിഞ്ഞ ഇവര്. അല്ല പെട്ടെന്ന് അല്ല ഞാനെന്ന് പറഞ്ഞ നമ്മൾ അന്നേരം എന്തെങ്കിലും പറഞ്ഞെങ്കിലും അല്ല രജിസ്റ്റർ നല്ല സാധനങ്ങൾ കൗണ്ടർ സുഹിത്ത് സെറ്റ് ചെയ്യും. ഓക്കെ. പഴങ്കഞ്ഞി ഏറ്റവും ഇഷ്ടമുള്ളത് ആർക്കാ? പഴങ്കഞ്ഞി പഴങ്കഞ്ഞി ഇഷ്ടമുള്ളത് ഇഷ്ട. അവിടെ തന്നെ അല്ലേ? ഭാര്യ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാ? ഇതിൽ രണ്ടുപേരിലും സുജിത്ത് പറയൂ. ഞാൻ പറയാം രണ്ടുപേരും ഭാര്യമാരെ. കണ്ടവന്റെ ഭാര്യ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനാ. എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് നമ്മൾ അധികം ഒരു ഭാര്യ നിന്റെ കാര്യമൊന്നും ഒന്നിലൊന്നും തീരത്തൊന്നും ഇല്ല, നീ വിടത്. ഓക്കെ, കൂട്ടത്തിൽ ഏറ്റവും അബദ്ധം പറ്റിയുള്ള ആർക്കാ? കൂടുതല് ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റിയിരിക്കുന്ന ആർക്കാ? അബദ്ധം ഓക്കെ, ഇരിക്കട്ടെ, പോട്ടെ. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ നടക്കുന്നത് പിന്നെ അതെ, ഏറ്റവും കൂടുതൽ സഹിക്കുന്നത് ആരാ? ഞാൻ ഈ രണ്ടുപേരെ സഹിക്കുന്നുണ്ടല്ലേ? ശരി. ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് ആർക്കാ? അല്ല, 3 പേർക്ക് ഒരുപോലുള്ള സ്നേഹമാണ്. ഒരുപോലെ സ്നേഹം. അന്നേരം ഇങ്ങനെ ചൂണ്ടടാ, ഇങ്ങനെ ചൂണ്ടിയാ മതി. ഇനിയൊരു അടി അങ്ങ് അടിക്കണം. ഓക്കെ. ട്രാവൽ ചെയ്യാൻ ഏറ്റവും ഇഷ്ടം ആർക്കാ അതിനകത്ത്? ഞാൻ ട്രാവൽ ചെയ്യാൻ ഇവനാ ഏറ്റവും ഇവനാ. അപ്പൊ കൈ അവിടെ താഴെ അങ്ങോട്ട് ചൂണ്ടിരിക്കാം. നിങ്ങൾക്കിടയിൽ അടി കൂടിയിട്ടുള്ളത് ആരാ? അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കി അടി കൂടിയിട്ടുള്ളത്? അടി കൂടിയിട്ടില്ല, അടി അങ്ങനെ ആരും കൂടിയിട്ടില്ല. ഇല്ല. അടി കൂടിയിട്ടുണ്ട്. അല്ല, ഞാൻ അറിഞ്ഞു അത് അടി കൂടിയിട്ടുണ്ട്. ആരാ പറഞ്ഞാ പറ. അതൊക്കെ ഞങ്ങൾ അറിയുമല്ലോ, ഞങ്ങൾ മീഡിയക്കാരല്ലേ? എന്റെ മുഖത്തോട്ട് നോക്കുന്നത് ഞാനാന്നാ പറഞ്ഞു. ഞാനൊന്നും അല്ല. ഇതിപ്പോ ആരാ പറഞ്ഞു? സുഹിത്ത് പറഞ്ഞോളൂ. ഞാൻ എന്തിനാണ് അടി കൂടിയിട്ടുണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല, നീ അടി കൂടിയിട്ടില്ലേ? അത് ഞാൻ ചോദിച്ചത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കോടതിയാണ്. നിങ്ങൾക്ക് സത്യസന്ധമായി ഇവിടെ പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെ? അത് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു. അല്ല, അത് നിങ്ങളോട് ആര് പറഞ്ഞ അടി കൂടിയത്? അങ്ങനെ ഇല്ലേ? അങ്ങനെ ഉണ്ട്. അടിയൊന്നും കൂടി അടി കൂടിയിട്ടുണ്ടെന്ന് നീ പറയുന്നേ. അങ്ങനെയല്ല, ഞങ്ങൾ പറഞ്ഞു. നമ്മൾ അറിയാതെ സുജിത്ത് ഇവിടെ പറഞ്ഞു. ആരോടെ വന്ന സമയത്ത് നിന്നെ മാറ്റി നിർത്തി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ട്. റൂമില് ഒത്തുകൂടി റിഹേഴ്സൽ ചെയ്യുന്നു, അല്ലാതെ പോയി കിടന്ന് ഉറങ്ങുന്നു. അല്ലാതെ അടി കൂടിയിട്ടുണ്ടെന്ന് ഇവൻ ഇവിടെ പറഞ്ഞു. ഞാൻ എന്തിനു പറയണം? നേരത്തെ പറഞ്ഞല്ലോ അടി കൂടി പോയി കിടക്കും എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന ആള് സുജിത്താണെന്ന് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതെ, ഇവിടെ വന്ന ആരോടോ പറഞ്ഞു. അത് സത്യസന്ധമായി സുഹൃത്തെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങൾ ഞാൻ ഒരു കാര്യം കിട്ടും, ഇന്റർവ്യൂ ആണോ അതല്ല ഇത് എന്താ ഇത് പ്രശ്നം? അല്ല, ഞങ്ങൾ അറിഞ്ഞു നിങ്ങളിങ്ങനെ അടി കൂടിയിട്ടുണ്ടെന്ന്. അപ്പൊ അത് പ്രേക്ഷകർക്കിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു കോടതിയാണ് എന്ന് പറയുകയും ചെയ്തു. സത്യസന്ധമായി പറയണം എന്നാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സത്യം പറഞ്ഞു. ഇപ്പൊ സുജിത്ത് നല്ലതായിട്ട് ദേഷ്യം കാണിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ പെട്ടെന്ന് പിണങ്ങിയിട്ട് പോയി കിടക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾക്കിടയിൽ ചെറിയൊരു അടിപിടികളൊക്കെ ഉണ്ടാവുമല്ലോ. അടിപിടി ഉണ്ട്. ആരോട് പറഞ്ഞു അടി കൂടി? ഞാൻ ആരോട് പറഞ്ഞു? നീ പറഞ്ഞത് അതല്ല ഞാൻ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞ ഇന്റർവ്യൂ ഞാൻ വരത്തില്ല, മനസ്സിലായി? ആരോടും ഞാൻ അതാ അവനോട് ചോദിച്ചാൽ നേരത്തെ ഇവൻ വന്നപ്പോൾ ആരോടെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ മാറ്റിയെടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം പറഞ്ഞിട്ടുണ്ട്. അല്ല പിന്നെ ഇവരിപ്പോ ഇങ്ങനെ ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളെ 2-3 പേരെ നിർത്തി ഞാൻ ഇതുവരെ അങ്ങനെ ആരോടും ഒരു ഇന്റർവ്യൂവിന്റെ വേദിയിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മളുടെ ഇടയിലുള്ള ഈ സ്വകാര്യത പുറത്ത് അത് പറയാൻ ഞാൻ ചോദിക്കട്ടെ, ഇത് നമ്മുടെ കൂട്ടത്തിലുള്ള ആരാണോ വേറെ ആരാണ് പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല സുഹൃത്തെ. അതല്ല ഇപ്പൊ അവര് പറയുന്നത്. എനിക്ക് ഇതിനോട് താല്പര്യമില്ല. എനിക്ക് എന്നോട് താല്പര്യമില്ല. ഞാൻ എന്റെ വായ കൊണ്ട് പറഞ്ഞിട്ടില്ലെന്ന്. അങ്ങനെ ഒരു സീരിയസ് ഇഷ്യൂ ആക്കാൻ വേണ്ടിട്ടല്ല. ഞങ്ങളിതിപ്പോ കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് പറഞ്ഞു. ദേഷ്യം പിടിക്കുന്നതല്ല. പിന്നെ ഞാൻ നമ്മൾ ചെയ്യാത്ത കാര്യം ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും.